ഹായ്, +2 മാത്സ് പഠിക്കുന്ന ഒരു കുട്ടിയോട് മാത്സ് ടഫാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യെസ് പറയുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 5 ചാപ്റ്റർ ഭാഗികമായിട്ട് അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ തീരെ അറിയാത്തത് കൊണ്ടായിരിക്കും അവർ ടഫാണെന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയുള്ള ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ ഒരു 5 ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ 5 ചാപ്റ്റർ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് ടീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും, ഫ്രണ്ട്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും, മുൻപ് കഴിഞ്ഞു പോയവർ പറയുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്നും കൂടി നമ്മുടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ ചോദിക്കുന്നത് 33 മാർക്സിനാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ചിട്ടാണ് കേട്ടോ. ആകെ 60ൽ 33 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഈ ഒരു 5 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചിലവർ ചോദിക്കും, ഈ ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽസ് സ്കിപ്പ് ചെയ്യട്ടെ. എന്താ അതിൻ്റെ പ്രശ്നം എന്നറിയോ? ഇൻ്റഗ്രൽസ് സ്കിപ്പ് ചെയ്താൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷനും സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇൻ്റഗ്രൽസിൻ്റെ ബാക്കിയാണ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയാണ് സ്കിപ്പ് ചെയ്യുന്നതെങ്കിൽ ഡെറിവേറ്റീവ് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഈ ഇൻ്റഗ്രൽസിലും ഡെറിവേറ്റീവിൻ്റെ ബാക്കി ഇതുപോലെ വരുന്നത്. അപ്പോൾ ഇതും സ്കിപ്പ് ചെയ്യേണ്ടി വരും, പിന്നെ ഇതും സ്കിപ്പ് ചെയ്യേണ്ടി വരും, പിന്നെ ഇതും സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ 5 ചാപ്റ്റർ സ്കിപ്പ് ചെയ്യേണ്ടി വരും. 33 മാർക്ക് ഗോവിന്ദ. അപ്പോൾ എന്താ ഈ പ്രശ്നം? നമുക്കൊക്കെ ഇത് ചാപ്റ്റേഴ്സ് ടഫാകാനുള്ള കാരണം എന്താ? ഒന്നുമില്ല, നിങ്ങൾ ആദ്യം മുതലേ ഉള്ള കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഇക്വേഷൻസ് അറിയണ്ടാവില്ല, അതേപോലെ തന്നെ ഓരോ ടൈപ്പും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കൃത്യമായ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഹെഡിങ്ങും കീറി മുറിച്ച് അവലോകനം ചെയ്ത് കൃത്യമായിട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ എഴുതി പ്രോബ്ലംസ് ചെയ്ത് അടി തൊട്ട് മുടി വരെ കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ? നമ്മുടെ സൺഡേ ഒരു ലൈവ് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സൺഡേ കാൽക്കുലസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും വെച്ച്, അതായത് കണ്ടിന്യൂറ്റി മുതൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വെച്ച് നമ്മളൊരു മാരത്തൺ ലൈവ് 9 മണിക്ക്, രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എത്ര സമയം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മോർ ദാൻ 10 hours നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ആ 10 മണിക്കൂറും നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കണം. നിങ്ങൾ മാത്രം പോരാ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഒരു 4-5 ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, ആരുടെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ആൻഡ്രോയിഡ് TV ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് TV-യിൽ വെച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് പഠിക്കാം. കമ്പൈൻ സ്റ്റഡിയാണ് ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫ്രണ്ടിനോട് ചോദിക്കാം, എല്ലാവർക്കും കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് പഠിക്കാം. ഇനി കമ്പൈൻ സ്റ്റഡി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് സ്വയം ഇരുന്ന് കൊണ്ട് പഠിക്കുക തന്നെ വേണം. കാരണം ഈ 5 ചാപ്റ്റേഴ്സ് അത്ര ഇമ്പോർട്ടൻസ് ആണ്. ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം മോഡൽ, പബ്ലിക് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്, അതായത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ 2024 നോക്കണേ. 2024 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 3 മാർക്കിന്റെ 6 മാർക്കിന്റെ ചോദ്യം, ടോട്ടൽ 9 മാർക്ക്. അതേപോലെ തന്നെ 7 മാർക്കിന് ചോദിച്ചത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും. ഓക്കെ, 3, 4, 7. ഇനി ഇൻ്റഗ്രൽസ് എന്ന് ചോദിച്ചത് ഒരു 6ഉം ഒരു 3ഉം 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മോഡലിന് ചോദിച്ച ചോദ്യങ്ങളാണിത്. ആൻഡ് അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 3ഉം 6ഉം 9 മാർക്ക്, ഇൻ്റഗ്രൽസ് 6ഉം 3ഉം 9 മാർക്ക്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് 4 മാർക്ക്. ആൻഡ് അതേപോലെ തന്നെ ഇതേത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് 4, 3, 7 മാർക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4 മാർക്ക്. ഇനി എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കിക്കോ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 9, ഇൻ്റഗ്രൽസ് 9, ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4. ആൻഡ് പിന്നെ അടുത്ത നോക്ക്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് 4, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഒരു ചോദ്യം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ല, ഈ 2 ചോദ്യം കൂടി. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ടോട്ടൽ 7 മാർക്ക്. അപ്പോൾ ടോട്ടൽ 33 മാർക്സ് ഈ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ കിട്ടും. അപ്പോൾ ഒരുപാട് പഠിക്കാനില്ലേ? ഈ എല്ലാ ചാപ്റ്റേഴ്സ് കൂടിയും പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരൊറ്റ ദിവസം, ഈ ഒരൊറ്റ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ, ഷുവറാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാൻ പോകുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എല്ലാം കൃത്യമായിട്ട് പറയും. ഫ്രം ദ ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു ലൈവായിരിക്കും. അപ്പോൾ മറക്കണ്ട, ലൈവിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, ഈ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടറിയാം. ഈ ഒരു ചോദ്യമൊന്നും ഇതുവരെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് ഒരു എക്സാമിനും ചോദിക്കാത്തതാ. ടെക്സ്റ്റ് ബുക്കിലില്ല, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടില്ല. പ്യുവർലി കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നത്, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിലൊക്കെ. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും. ഈ ഒരു ചോദ്യമൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, ഈ ഒരു ചോദ്യമൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും.
മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കും. എല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരും. അപ്പോൾ നിങ്ങൾ ഉണ്ടാകണം, തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, 33 മാർക്കാണ് നിങ്ങളുടെ ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടി പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ആ മാർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ഉറപ്പിക്കും. പിന്നീടുള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ സിമ്പിളാണ്. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വെക്ടർ, 3D, LPP, പ്രോബബിലിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അവിടുന്ന് ബാക്കിയുള്ള മാർക്ക് കൂടി നിങ്ങൾ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഞാൻ ഉറപ്പ് തരുന്നു, മാത്സിൽ നിങ്ങൾക്ക് A+ കഴിഞ്ഞിട്ട് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ആൻഡ് അതിന് വേണ്ടത് നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു സൺഡേ ആ ഒരു 10 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. 10 എന്നുള്ളത് ഞാനൊരു അപ്രോക്സിമേറ്റ് ടൈം പറഞ്ഞതാണ്. 10ൽ കുറയാൻ ചാൻസ് ഇല്ല, 10ൽ കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും വേണം, നിങ്ങളടക്കം നിങ്ങളുടെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും ഉണ്ടായിരിക്കണം, കാണണം, പഠിക്കണം. എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ചാപ്റ്റേഴ്സിലെ കണ്ടന്റ് നിങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് ലൈവ് കാണാം. ലൈവിൻ്റെ ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന സൺഡേ രാവിലെ കൃത്യം 9 മണിക്ക്. ലൈവിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെച്ചോ. അപ്പോൾ കാണണം, പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം.